വിശ്വാസ ജീവിതത്തിൽ പിതാവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ്, അത് എന്തുകൊണ്ടാണ് എന്ന് പങ്കുവയ്ക്കും. എനിക്ക് ഒരു വ്യക്തിയായിട്ട് പറയാൻ പറ്റില്ല. എന്നെ ഓരോ കാലത്തും സഹായിച്ച ഓരോ വ്യക്തികളുണ്ട്. ഉദാഹരണത്തിൽ വീട്ടിൽ വിശ്വാസ കാര്യത്തിൽ ഏറ്റവും അധികം സഹായിച്ചത് അമ്മച്ചിയാണ് പള്ളിയിൽ പോകുന്നതിനെക്കുറിച്ചൊക്കെ. പിന്നെ അപ്പനും ചില നിർദ്ദേശം തരും. എൻ്റെ അപ്പന് 60 ദിവസം പ്രായം ഉണ്ടായിരുന്നപ്പോൾ മരിച്ചുപോയി. അതുകൊണ്ട് എൻ്റെ അപ്പൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ് ബാക്കിയുള്ള മക്കളെ 4 സഹോദരന്മാരെയും ഒരു സഹോദരിയെയും വളർത്തി. അമ്മച്ചിയുണ്ട്, വല്യമ്മച്ചി, പരിപോഷിപ്പിച്ച് അവരുടെ എല്ലാം വിവാഹം ചെയ്തു കൊടുത്തതിന് ശേഷമാണ് ആ മൂത്ത ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചത്. ലേറ്റായിട്ട് 35-ാമത്തെ വയസ്സിലാണ് പുള്ളി വിവാഹം കഴിച്ചത് അന്ന്. പക്ഷേ പിന്നെ എൻ്റെ മക്കളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ഈ സഹോദരന്മാരെല്ലാം പുള്ളിയെ അപ്പൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളും വിളിച്ചുകൊണ്ടിരുന്നത് അപ്പൻ എന്നാണ്. അപ്പൻ്റെ മൂത്ത ഏട്ടനെ അപ്പൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ മൂത്ത ഏട്ടൻ വരുമ്പോൾ എൻ്റെ അപ്പൻ ഇരിക്കുകയാണെങ്കിൽ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മാറി നിൽക്കും. ഇതൊക്കെ വലിയ മാതൃകയല്ലേ? എഴുന്നേറ്റ് മാറി ഇങ്ങനെ നിൽക്കും. അപ്പം പറയുന്നതൊക്കെ കേൾക്കാനായിട്ട്. അപ്പം എൻ്റെ ഏറ്റവും ഇളയതായിരുന്നു എൻ്റെ അപ്പൻ. അതുകൊണ്ട് അപ്പനെ വിളിച്ചിരുന്നത് കൊച്ചെന്നാണ്. ഇരുന്നോടാ എന്ന് പറയുമ്പോൾ അപ്പൻ ഇരിക്കും. പിന്നെ ഓരോ ഉപദേശങ്ങളൊക്കെ പറയുകയും അങ്ങനെയായിരുന്നു. പുള്ളിക്കാരൻ അറിയപ്പെട്ടിരുന്നത് പ്രാർത്ഥന കുട്ടി എന്നാണ്. കുട്ടി എന്നായിരുന്നു പേര്. അപ്പോൾ പുള്ളി കരയിലെ ഒരു പ്രാർത്ഥനക്കാരനാണ്. വികാരിച്ചൻ്റെ കുർബാന കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഉടനെ വണക്ലാസും വായിക്കും, കുരിശിൻ്റെ വഴി നടത്തും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടത്തിയിട്ടേ പുള്ളി പോകുന്നത്. പ്രാർത്ഥനക്കുട്ടി ചേട്ടൻ. അതുപോലെ എല്ലാവരെയും മരിപ്പിക്കുന്നതും പുള്ളിയായിരുന്നു. ആരെങ്കിലും മരിക്കാറാകുമ്പോൾ പുള്ളിയാണ് കുട്ടിയെ വിളിക്കുമെന്ന് പറയും ആളുകളെ. അപ്പം കുട്ടി വന്നിട്ട് ഈശോ, മറിയം, യൗസേപ്പേ, എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്ന് ചൊല്ലിക്കൊടുക്കും. അപ്പോൾ അങ്ങനെ ചൊല്ലിക്കൊടുത്താണ് എൻ്റെ അപ്പൻ്റെ അമ്മയെ പുള്ളി മൂത്ത മകനാണ് വല്യമ്മച്ചിക്ക് ഈശോ മറിയം ചൊല്ലിക്കൊടുത്തത്. ഇതൊക്കെ ഞങ്ങൾ ഓർക്കാണ്. അപ്പോൾ ഇത് എൻ്റെ കുടുംബത്തിൽ എന്നെ സ്വാധീനിച്ച വ്യക്തികൾ എൻ്റെ മാതാപിതാക്കളും ഈ പേരപ്പനുമാണ് കുടുംബത്തിൻ്റെ തലത്തിൽ. പിന്നെ ആ സ്കൂളിൽ സ്കൂൾ വാസ്തവത്തിൽ നമുക്ക് വേറൊരു കുടുംബം പോലെ ആകണം. അതുപോലെ തന്നെ ഇടവകയും. നമ്മുടെ കുടുംബത്തിലെ 2ാമത്തെ കുടുംബമാണ് ഇടവക അല്ലെങ്കിൽ സ്കൂള്. അപ്പോൾ ആ സ്കൂളിലൊക്കെ അന്ന് നല്ല അധ്യാപകരായിരുന്നു. ആ അധ്യാപകരിൽ പലരും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ അധ്യാപകരിൽ ചിലരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 1-2 പേരുണ്ട്. ബാക്കിയുള്ളവർ മരിച്ചുപോയി. എന്നെ പഠിപ്പിച്ച ഒരു സിസ്റ്റർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. 94 വയസ്സായി. പക്ഷേ ഞാൻ ചെന്ന് ഈയിടെ കണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ല. ഞാൻ പോയാലും പുള്ളി പോവുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല സിസ്റ്ററാണ്. അപ്പോഴങ്ങനെയുള്ള സിസ്റ്റേഴ്സിൻ്റെ സ്വാധീനം എനിക്കുണ്ട്. അതിൽ 1-2 പേരുടെ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ നിങ്ങളോട് പ്രസംഗത്തിൽ പറഞ്ഞില്ല, കാവുകാട്ട് പിതാവിൻ്റെ ജൂബിലിക്ക് ഞാൻ പ്രസംഗിച്ച കാര്യം പറഞ്ഞല്ലോ. അപ്പോഴങ്ങനെയുള്ള സ്കൂളിൽ അങ്ങനെ സ്വാധീനിച്ച ആളുകളുണ്ട്. പിന്നെ ചില വൈദികരെന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിലേറ്റവും എന്നെ സ്വാധീനിച്ചത് ഞാൻ മേജർ സെമിനാരിയിലായിരുന്നപ്പോൾ എൻ്റെ സ്പിരിച്വൽ ഫാദറായിരുന്ന കുന്നപ്പള്ളി അച്ഛനാണ്. കുന്നപ്പള്ളി എന്ന് പറഞ്ഞ് ജോൺ കുന്നപ്പള്ളി വലിയ ഭാഷാ പണ്ഡിതനും ആത്മീയ ഗുരുവും ഒക്കെ ആയിരുന്നു. പിന്നീട് അദ്ദേഹം മൈനർ സെമിനാരിയിലും ആധ്യാത്മിക ഗുരുവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഉപദേശങ്ങളെല്ലാം അക്ഷരശ ഞാൻ നിർവഹിക്കുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ആദ്യ വൈദിക കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവരൊക്കെയാണ് ഇങ്ങനെ ഓരോരോ വ്യക്തികളാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്.